ഒരു മെഡിക്കൽ ക്യാമ്പിന് വളണ്ടിയർ ചെയ്താലോ? 9:30 ക്ലാസ്സുള്ള ഞാൻ എണീറ്റപ്പോൾ തന്നെ 8:45. പങ്ക്ച്വാലിറ്റി എന്റെ അടുത്തേക്കൂടി പോലും പോയിട്ടില്ല. രാവിലെ ഉണ്ടായ 2 പാക്കറ്റ് മഷ്റൂമും കൊണ്ട് കൊടുത്ത് കാറെടുത്ത് നമ്മൾ നേരെ കോളേജിലേക്ക് വിട്ടു. ചെന്നപ്പോൾ തന്നെ നമ്മുടെ കോഗ്നിറ്റീവിന്റെ ABA കറക്ഷൻ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിവേ താങ്ക്സ്. യൂണിവേഴ്സിറ്റിയുടെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിലേക്ക് ഫീ ഒക്കെ അടയ്ക്കാന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങളുടെ കോളേജ്. ഒറ്റ മനുഷ്യനില്ല ഗൈസ്. ഇനിയൊന്ന് ലൈബ്രറി വരെ പോകണം. കുറെ നോട്ട് പ്രിന്റ് എടുക്കാനുണ്ട്. നോട്ടൊക്കെ പ്രിന്റ് എടുത്ത് കൂട്ടൽ മാത്രമേ ഉള്ളൂ, വായിക്കലൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ ലൈബ്രറി, ആരുമില്ല. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്, അവിടെയും ആരുമില്ല. ആരുമില്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് വിട്ടു. ജിലേബിന്ന് ഒരു ബിരിയാണി കഴിച്ച് ഞാൻ സാനിനെ നോയിലെ നോക്കി കോളേജിന്റെ പുറത്തേക്ക് നിന്നു. ഞങ്ങളെല്ലാവരും കൂടി വോളണ്ടിയർ ചെയ്ത ഒരു മെഡിക്കൽ ക്യാമ്പിന് പോകാം. കോതമംഗലത്തെ ധർമ്മഗിരി ഹോസ്പിറ്റലിൽ വണ്ടി വെച്ച് ഡോക്ടറിന്റെ കാറിൽ കയറി ഞാൻ സാനിയെ നോയിലും കൂടി നേരെ പോയി പായിപ്ര UP സ്കൂളിലേക്കാണ്. സാനിയെ നോയിൽ ഹോസ്റ്റലേഴ്സ് ആണ്, പ്രത്യേകിച്ച് സ്ഥലമായിട്ടൊരു ബന്ധമില്ല. എന്റെ വീടാണെങ്കിൽ ഇവിടെ 3 കിലോമീറ്റർ ഉള്ളൂ. മെമ്മറി സ്ക്രീനിങ് ടെസ്റ്റ് ആണ് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരാളുടെ ഇമീഡിയറ്റ് മെമ്മറി ടെസ്റ്റ് ചെയ്യുക, അതും ഡിജിറ്റ് സ്പാൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. അങ്ങനെ ഉദ്ഘാടന പ്രസംഗമൊക്കെ തുടങ്ങി. ഞാനും നോയിലും സാനിയും വെറുതെ വാവിടിച്ചിരിക്കുകയാണ്. എന്തായാലും വന്നല്ലേ, വന്ന വഴിക്ക് ഹെൽത്തി ആയിട്ട് നാരങ്ങളും കുടിച്ചു. പഠനത്തിൽ പതുക്കെ പുറകോട്ട് പോകാൻ തുടങ്ങി. ആഫ്റ്റർ ദ ഉദ്ഘാടനം നമുക്ക് കിട്ടിയ റൂമിൽ നിന്ന് നമ്മളെല്ലാവരും മെമ്മറി സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തു. പിള്ളേർ വന്നു, പാരന്റ്സ് വന്നു, ചകപക ആളുകളായിരുന്നു. അങ്ങനെ 3:30 തീരേണ്ട പരിപാടി തീർന്നു കഴിഞ്ഞപ്പോൾ 5:30-5:45 സന്തോഷം. കുഴപ്പമില്ല, എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. ഡോക്ടർ നേരത്തെ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോയി. സാനിയാണെങ്കിലും പെട്ടെന്ന് ബസ് കിട്ടാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ എന്റെ കാർ കോതമംഗലത്ത് എടുക്കുകയാണ്. എന്നെ നോയിലെ അവിടെ നിന്നൊരു ചേട്ടൻ കോതമംഗലത്താക്കി. ഇനിയിപ്പോൾ നോയിലെ ഹോസ്റ്റലിലാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോട്ടെ. ഓക്കെ ബൈ.